Ladies and gentlemen, I am Kashinath, CEO of Ken Group of Company. എൻ്റെ പേരൻസ് ആണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതും എൻ്റെ പേരൻസിന് തന്നെയായിരിക്കും. താങ്ക്സ് ഫോർ മേക്കിംഗ് മീ ഹൂ ഐ ആം. എൻ്റെ ഡാഡിയുടെ ജോബ് പിന്തുടരുന്നതിൽ എന്താ പറയുക, അഭിമാനം കൊള്ളുന്ന നിമിഷം എന്നൊക്കെ പറയാം. ഞാൻ കൂടുതൽ ലാഘടിപ്പിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. താങ്ക്സ് മിസ്റ്റർ കാശിനാഥ് ഇവിടെ വന്ന് 2 വാക്ക് സംസാരിച്ചതിന്. പിന്നെ ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡ് കഴിക്കാം, പാർട്ടി എൻജോയ് ചെയ്യാം. എന്റെ പൊന്നെ, എന്റെ ടീച്ചർ ഇങ്ങനെ ചത്തുപോയില്ലേ. ഒരു ബ്രേക്ക് അടിച്ച തിന്നൊന്നുമല്ല, ഫുഡ് ആദ്യമായിട്ടാണ് തിന്ന് കാണുന്നു. അല്ല, മോള് കഴിക്കുന്നില്ലേ? ആ മേഡം, കഴിക്കാൻ പോവാ. സർ, മാഡം, ഞാൻ പോവുകയാണ്. ഞാൻ ടാക്സി പിടിച്ചു വെക്കണം. ഈ രാത്രി എവിടുന്ന് ടാക്സി കിട്ടാനാ? നമ്മള് കൊണ്ടാക്കാം, കാറി കയറി. ഇല്ല മേഡം, കുഴപ്പമില്ല, ഞാൻ ടാക്സി പിടിച്ചു വെക്കോളാം. എന്ത് നോക്കിയിരിക്കില്ല, കോറിക്കാറല്ലേ പറഞ്ഞത്. നാളെ ഷാർപ്പ് 8:30 ആകുമ്പോൾ എന്റെ വീട്ടിൽ എത്തിയിരിക്കണം, മനസ്സിലായോ? ഓയ് മിത്രേ, എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി? ഓ, പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം പാർട്ടി. പൊളിയായിരുന്നു. പിന്നെ അവിടെ വെച്ച് കുറെ കാര്യങ്ങളെല്ലാം നടന്നു. എല്ലാം ഞാൻ നിന്നോട് വിശദമായിട്ട് പറയാം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊല്ലും. ഞാൻ പോയി ഡ്രസ് മാറ്റിട്ടോ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എന്റെ കാശി സർ? എടീ, ഇന്ന് കാശി പട്ടിത്തണ്ടി നാറി എന്റെ അരക്കേറി പിടിച്ചോല. പറയുന്നില്ല, ഓനോട് കിസ് ചോദിച്ചടി, കിസ്. അയ്യ, കിസ് എന്ന് പറഞ്ഞപ്പോ എന്തൊരു ഉന്മേഷം, എന്ത് നടക്കാനാ. അപ്പത്തേക്കും എന്റെ അച്ഛൻ വിളിച്ചു. ഞാൻ പെട്ടെന്ന് ഉന്തി മാറ്റി ഓടി. ഇല്ലെങ്കിൽ അവനെന്നെ ഇപ്പൊ കിസ് ചെയ്തേനെ. നല്ലൊരിതായി മൂട് പോയി. എന്റെ വായിന്നൊന്നും കേൾക്കണ്ട, ഇറങ്ങിപ്പോയി. നീയാ പറ്റിയായിരുന്നു ആ സ്ഥാനത്തുണ്ടെങ്കിലോ നീ തലവെച്ചവിടെ വീണിട്ടുണ്ടാവും. സോറി. ബാക്കി പറ പ്ലീസ് പറ. ഇനി എന്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. സർ സ്റ്റേജിൽ കയറിലേക്ക് പ്രസംഗിച്ച് പിന്നെ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കാശി സാറിന് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, VIP. അവരോടെല്ലാം വർത്താനം പറഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ടാക്സി പോയിരുന്ന ആ സമയത്ത് സാറിന്റെ പാരന്റ്സ് പറഞ്ഞു കാറിൽ കയറി കൊണ്ടാക്കാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കാറിൽ കയറി ഇവിടെ കൊണ്ടാക്കി അവരവരുടെ വാട്ടി പോയി, അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ പാരന്റ്സ് പൊളിയാട്ടോ, നല്ല പാരന്റ്സ് ആയിരുന്നു. തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. അയാളെപ്പോലൊന്നുമല്ല, മൊരടനൊന്നുമല്ല. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച്. അല്ല, നാളെ നമുക്ക് എത്ര മണിക്കാ പോണ്ടേ? നീ എന്തൊക്കെയോ പ്രതീക്ഷിക്കുമല്ലോ, പ്രതീക്ഷിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നാളെ 8:30 പോണം. ഞാൻ ഡ്രസ് എടുത്തോക്കിട്ട് മാറി. എടി, അത് ഞാൻ പറയാൻ വിട്ടുപോയി. സോറി, എന്നൊന്നും പറയില്ലേ. ഞാൻ നിന്റെ ഡ്രസ് എല്ലാം കൂടി എടുത്ത് അലക്കാനിട്ടു. നിനക്ക് എന്താ? ഞാൻ നാളെ എന്തിടിച്ചു പോവും ഇവളെ കൊണ്ട്. എടി, ഞാനാകെ ടോപ്സേ അലക്കാനിട്ടിട്ടുള്ളൂ.
സാരി ഉണ്ട്, നീ സാരി എടുത്തു പോയിക്കോ. സാരി എന്റെ വായിരിക്കുന്നത് കേക്കണ്ട. സാരി എടുത്തിട്ട് വേണം ഞാൻ നാളെ ഓഫീസിൽ പോവാൻ. നിനക്ക് ഒരു ടോപ്പ് മാറ്റി വെച്ചൂടായിരുന്നാ? അല്ല, നീ ഫുഡ് കഴിച്ചായിരുന്നാ? ഞാൻ പാർട്ടിന്ന് കഴിച്ചുകൊണ്ട് എനിക്ക് വേണ്ട. ആടെ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു. വാ, എന്തായാലും നിനക്ക് നേരത്തെ കൊണ്ടല്ലേ, കിടക്കാം. അമ്മേ, അമ്മ എന്നെ വിട് കണ്ണ. നിക്കമ്മേ, പാട്ട് കഴിഞ്ഞപ്പോ തൊട്ട് അമ്മ ഞാൻ ശ്രദ്ധിക്കുക. എന്താ അമ്മയ്ക്ക് പറ്റിയത്? നിനക്ക് വേണ്ടി തോന്നിയ പോലെ കളിക്കെങ്കിലേ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഓ, അതാണ് ഇപ്പൊ വലിയ കാര്യം. അതൊക്കെ ഞാൻ അന്നത്തെ ഒരു ഫ്രസ്ട്രേഷൻ പറഞ്ഞതല്ലേ അമ്മേ. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടിരിക്കും അമ്മ. എന്താ രേണു, എന്താ നീ കാര്യം പറ. നിങ്ങളിത് കേട്ടില്ലേ ദേവേട്ട? അവരവിടെ കിടന്ന് സംസാരിച്ചത്. അവിടെ ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇവിടെ വല്ലതായിരുന്നെങ്കിൽ ഞാൻ കരണം തോന്നിച്ചൊന്ന് കൊടുത്താലേ. ഓ എന്റെ അമ്മേ, അത് വീട്, അത് കഴിഞ്ഞ കാര്യമല്ലേ. ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? എന്റെ അമ്മക്കുട്ടി പെണങ്ങല്ലേ. വേണ്ട, നിന്നെയൊക്കെ ഒരു കൂട്ടുകാരനെ പോലെ സ്നേഹിക്കലായിരുന്നു. കൂട്ടുകാരനെ പോലെ ഞാനും ദേവേട്ടനും നിന്നെ കണ്ടു. അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. നിന്നോട് കുറച്ച് ഡിസ്റ്റൻസ് വേണമായിരുന്നു. എന്റെ അമ്മക്കുട്ടി മതി കേട്ടോ. പറഞ്ഞോണ്ട് എങ്ങോട്ട് പോന്നേ? എന്താ അമ്മ, നിർത്ത്, മതി. കണ്ണ, ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം പറഞ്ഞ് ശരിയാക്കാം. നീ പോയി ഫ്രഷ് ആയിട്ടോ. അമ്മ, അമ്മ, ഇനി ഞാൻ അമ്മയോട് ഒന്നിനും ചൂടാവില്ല. പ്ലീസ് അമ്മ, കണ്ണനോടൊന്നുമുണ്ട്. അമ്മ ഇങ്ങനെ പിണങ്ങിയിരുന്നാ ഞാനും പിണങ്ങുവേ. ഇത് എനിക്ക് കരച്ചിൽ വരുന്നുണ്ടേ. പ്ലീസ് അമ്മ, മിണ്ട്. ഇനി ഇങ്ങനൊന്നും പറയില്ല. അമ്മയുടെ പിണക്കൊല്ല മാറി. ഞാൻ പോയി കിടന്നുറങ്ങിയപ്പോ. ഗുഡ് നൈറ്റ് അമ്മ. ആ, മോളായിരുന്നു. വാ, ചായ കുടിക്ക്. ചായ വേണ്ട മാഡം, ഇപ്പൊ തന്നെ ലേറ്റായി. സാർ എവിടെ? ആ മോളെ, അവൻ മോള് റെഡിയാവാൻ. ഇന്നെന്താ മോളെ വല്ല പ്രത്യേകത ഉണ്ടോ? മോള് സാരി എടുത്തത് നല്ലുണ്ട്. സാരി എടുത്തിട്ട് നമുക്ക് ഈ വയസ്സ് നല്ല ചേരുന്നുണ്ട്. താങ്ക്സ് മാഡം. പ്രത്യേകതയൊന്നുമില്ല. എന്റെ ഫ്രണ്ട് എന്റെ ഡ്രസ്സ് അലക്കാനിട്ടായിരുന്നു. ആ സമയത്ത് സാരി ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിട്ടിട്ട് വന്നു. കണ്ണ കണ്ണ, എന്താ എടുക്കുന്നത്? ഫുഡ് കഴിക്കാലോ. ആ ആ അമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എന്നാ ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹലോ മിത്ര, എന്താണോ താൻ ഇന്ന് സാരിയിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആണോ? താങ്ക്സ്. ഞാൻ വെറുതെ പറയില്ല കേട്ടോ. തനിക്ക് നല്ല ബോഡി ഷേപ്പ് ആണുള്ളത്. നല്ല വൃത്തിയാ സാരിയിൽ കാണാൻ. സൂപ്പറായിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്യാബിലോട്ട് ചെല്ലട്ടെ. സാർ തിരക്കും. ഞാൻ ഉച്ചയ്ക്ക് വരാം. അല്ല, സാറിത് എവിടെ പോയി? കാണുന്നില്ല.
എന്റെ കൈ നോട് സർ. നിനക്ക് സാരി നേരച്ചവന് ഉടുക്കാൻ അറിയില്ലടി. പിന്നെ എന്തിനാ നീ ഈ ചേല മഴിച്ചുറ്റി വന്നത് ഇവിടെ? ഈ സാരിക്ക് എന്താ കുഴപ്പം? സർ ഇന്നലെ മുതലേ ഞാൻ സാറിനെ ശ്രദ്ധിക്കാം. സാർ എന്തിനാ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? സാറിന് എന്താ പറ്റിയേ? അപ്പൊ നീ ഇവിടുത്തെ ഈ സാരിക്കൊരു കുഴപ്പമില്ല, എനിക്കാണോ കുഴപ്പം? കുഴപ്പം എന്താണെന്ന് കാണിച്ചു തരാം. സാർ എന്തീ കാണിക്കുന്ന? എന്നെ വീട്. സാർ ഉദ്ദേശിക്കുന്ന പോലത്തെ പെണ്ണല്ല ഞാൻ. എന്നെ വിടാനല്ലേ പറഞ്ഞേ? ഞാൻ വിചാരിച്ചു ഞാൻ ഉദ്ദേശിക്കുന്ന പെണ്ണായിരിക്കും, പക്ഷെ അതല്ലേ. എന്നാ സാരമില്ല, എനിക്ക് നിന്നെ തന്നെ മതി. എന്നെ വിട്ടോ? എന്നെ വീട്ടിലെങ്കിൽ വിവരം അറിയും. ആണോ? എന്നാ ശരി. വീട്ടിലെങ്കിലും വീട്ടിലെങ്കിൽ എന്താ ചെയ്യും? എന്റെ സുഖമുള്ള മരുന്നതല്ല. അത് നിക്കടി അവിടെ. നീ എന്തിനാ എല്ലാരും കാണിച്ചു നടക്കുന്നത്? ഇത് ഞാൻ മാത്രം കണ്ടാൽ മതി, വേറെ ആരും കാണാൻ ഇഷ്ടമല്ല. ഹായ് ആർമിസേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും സ്കിപ്പ് അടിക്കരുത്. ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഗ്രൂപ്പും ഉണ്ട്. എനിക്ക് PM-ല് ഇൻട്രോ തന്നാല് ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.